ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പറഞ്ഞാൽ നമുക്ക് അവിലൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നമ്മൾ അവിൽ വെച്ചിട്ടാണ് ചെയ്തതെന്നൊന്നും ഒട്ടും തന്നെ പറയില്ല, അത്ര ടേസ്റ്റാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ അലുവയൊക്കെ കഴിക്കില്ലേ, അതുപോലെ കഴിക്കാൻ പറ്റും. നല്ല ഈസി ആയിട്ടും പിന്നെ ഹെൽത്തി ആയിട്ടും ഒട്ടും തന്നെ എണ്ണ ആവശ്യമില്ല, നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ വീട്ടിൽ സാധാരണ കാണുന്ന 2-3 ചേരുവകൾ വെച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ മസ്റ്റായിട്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൻ വരും, അതും പ്രസ് ചെയ്തിട്ട് ഓളെന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഇവിടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ അവിൽ തന്നെയാണ്. അപ്പോൾ ഈ സമയത്ത് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കരുത്, നമ്മൾ കംപ്ലീറ്റ് ഇൻഗ്രീഡിയൻസ് ചേർത്തതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ഏകദേശം 2 കപ്പ് അവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ എത്രത്തോളം ചേർക്കുന്നുണ്ടോ അത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ 1 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. അതായത് അവിൽ അത്യാവശ്യം ഒന്ന് ക്രിസ്പി ആയി കിട്ടണം, അതുപോലെ തന്നെ തേങ്ങയുടെ വെള്ളം ഏകദേശം ഒന്ന് പകുതിയോളം ഒന്ന് വറ്റി കിട്ടണം. അപ്പോൾ ഇതുപോലെ ഈ ഒരു കളറിൽ നമുക്ക് കിട്ടും. ഇനി ഒരുപാട് കറുപ്പിച്ചെടുക്കരുത്, ഈ ഒരു കളർ മതി. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഓഫ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുക്കാം. ഇവരിന് വേണ്ടിയിട്ട് ഒരു 3 ഏലക്ക പഞ്ചസാരയിൽ പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ പഞ്ചസാരയും 3 ഏലക്കയും ഇട്ട് കൊടുത്താലും മതി. എത്രത്തോളം നന്നായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും അത്രത്തോളം പൊടിച്ചെടുക്കാം. പൊടിഞ്ഞ് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു അരിപ്പ ഇട്ടിട്ട് അരിച്ചെടുത്താലും മതി. ഇവിടെ അത്യാവശ്യം നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് കരിപ്പെട്ടി ഉരുക്കിയതാണ്. അപ്പോൾ കരിപ്പെട്ടി ഇല്ലാന്നുണ്ടെങ്കിൽ ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല, നേർ പകുതിയോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിലിട്ട് ചെയ്യാൻ നോക്കുക, കാരണം ഇത് പെട്ടെന്ന് തന്നെ കട്ടയായി പോവും, അതായത് തിക്കായി പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലെയിം ഒരുപാട് കൂട്ടി വെക്കരുത്, ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യുക. അപ്പോൾ തീ കൂടി പോകാമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഓഫ് ചെയ്തിട്ട് ചെയ്താലും മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം. ഇതുപോലെ ഒന്ന് ഏകദേശം ഒരു അവിലും ആ ഒരു കരിപ്പെട്ടിയൊക്കെ ഒന്ന് മിക്സായി തുടങ്ങി കഴിഞ്ഞു എന്ന് തോന്നിക്കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കരിപ്പെട്ടി ഉരുക്കിയത് ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത്, അല്പമായിട്ട് മാത്രം ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതിലോട്ട് കുറച്ച് കടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നട്ട്സ് ചേർക്കുന്നുണ്ട്, അതുപോലെ തന്നെ കിസ്മിസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചിലർക്കിത് കഴിക്കുന്ന ഇഷ്ടമാണ് ഇടയ്ക്കിടയ്ക്ക്, ചിലർക്കത് അങ്ങനെ കടിക്കുന്ന വലിയ ഇഷ്ടമൊന്നുമില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട. ഇതുപോലെ ഒന്ന് ഇതായിട്ട് വരുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു കുറച്ച് മധുരം കുറവാണ്. അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിരുന്ന അളവിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ സമയം വീഡിയോ എവിടെയോ പൗസായിപ്പോയി, എനിക്ക് കിട്ടിയില്ല ആ ഒരു ഷോട്ട്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മളെടുത്ത് ആ ഒരു കപ്പ് കംപ്ലീറ്റ് ആയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് ചേർത്തില്ലെങ്കിലും നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. പിന്നെ നെയ്യ് ചേർക്കുമ്പോൾ ആ ഒരു കളറിനും ആ ഒരു ടെക്സ്ചറിനും ഒക്കെ പ്രത്യേക ഒരു ഭംഗിയാണ് കാണാനായിട്ട്, ഒരു ഷൈനിങ് ഒക്കെ വരും. അപ്പോൾ ഇതുപോലെ ഒന്ന് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് യോജിപ്പിച്ച് വന്നു തന്നെ ഫ്ലെയിം അപ്പോൾ ഓഫ് ചെയ്യുക, കാരണം ഒരുപാട് സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി നമ്മൾ വറുത്തെടുത്ത അവിലാണ്. അപ്പോൾ ഇത് ഒരുപാട് സമയമൊന്നും മിക്സ് ചെയ്ത് ഒരുപാട് വറ്റിച്ചെടുക്കരുത് കേട്ടോ. ഇതുപോലൊന്ന് സോഫ്റ്റായി കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ഞാൻ സെറ്റ് ചെയ്തെടുക്കേണ്ട പാത്രത്തിൽ കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ചൂടോടെ തന്നെ മാറ്റി കൊടുക്കാം, കാരണം അത് ചൂടോടെ തന്നെ മാറ്റി നമ്മൾ സെറ്റ് ചെയ്തെടുക്കണം. പെട്ടെന്ന് തന്നെ സെറ്റാകും, ഒരു 5 മിനിറ്റ് മതി. ഇതൊന്ന് നമ്മൾ ഫാനിൻ്റെ താഴെ വെക്കുകയാണെങ്കിൽ കറക്റ്റ് 5 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല സെറ്റായിട്ട് നമുക്ക് അലുവ കട്ട് ചെയ്തെടുക്കില്ലേ, അതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് അത് എത്ര സോഫ്റ്റായിട്ട് അതിരിക്കുന്നതെന്നുള്ളത്. നമ്മൾ ഏത് പാത്രത്തിലാണോ വെക്കുന്നത് അല്ലെങ്കിൽ സെറ്റ് ചെയ്യാൻ എടുക്കുന്നത് ആ പാത്രത്തിൽ അതേ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും. ചെറിയ ചെറിയ ബൗളിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഷേപ്പിന് തന്നെ കിട്ടും. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, സെറ്റ് ചെയ്തെടുക്കാനായിട്ട് ഒന്ന് ഫാൻ ഇട്ടതിന് ശേഷം 5 മിനിറ്റ് പുറത്ത് വെച്ചാൽ മതി. ഇപ്പോൾ ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഐറ്റം നമ്മളിപ്പോൾ അവിൽ വെച്ചിട്ടാണ് ചെയ്തതെന്നൊന്നും ആരും തന്നെ പറയില്ല, അത്രയ്ക്ക് നല്ല ടേസ്റ്റും, കഴിക്കുമ്പോൾ പോലും മനസ്സിലാവില്ല അതിൽ അവിലാണ് ഉള്ളതെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ മസ്റ്റ് ട്രൈ ആണ് ഈ ഒരു റെസിപ്പി. ഇനി നമുക്കിത് ഡിമോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പാത്രം ഒന്ന് കമിഴ്ത്തി വെച്ച് കൊടുത്താൽ മതി, നല്ല അടിപൊളിയായിട്ട് തന്നെ വിട്ട് കിട്ടും. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നല്ല ടേസ്റ്റും ഹെൽത്തി ആയിട്ട്, അവിൽ ഹെൽത്തിയാണ്, അതുപോലെ തന്നെ നമ്മൾ ചേർത്ത എല്ലാ ഇൻഗ്രീഡിയൻസും വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. മസ്റ്റ് ട്രൈ ആണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നമ്മൾ ഇൻസ്റ്റഗ്രാം വഴിയോ മെയിൽ വഴിയോ ഫോട്ടോസ് ഷെയർ ചെയ്യുന്ന ഫോട്ടോസ് ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും.
ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഇടയ്ക്ക് നട്ട്സ് ഉള്ളത് നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ല. ഇടയ്ക്ക് ആ ഒരു നട്ട്സ് ആ ഒരു ഷേപ്പ് മാറുമല്ലോ. എങ്കിലും നല്ല രീതിയിൽ തന്നെ പറ്റുന്ന പോലെയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സൂപ്പറാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും. Assalamualaikum. Assalamualaikum.